സുഹൃത്തുക്കളെ, ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ എന്ന രീതിയിൽ ഒരു അന്വേഷണം നടക്കാത്തതെന്ന് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ആരോപണം കേൾക്കാം. ആളൊരു പ്രസംഗിയാണ്. എന്തായാലും കേട്ടോക്കൂ. ഞാൻ പറഞ്ഞു എവിടെയാണ് കേരളത്തിൽ ഇന്ത്യയിലെ മിനി പാകിസ്ഥാൻ എവിടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റി പറയുന്നത് ഇത് പാകിസ്ഥാൻ ഒന്നുമല്ല, താലിബാനാ, മിനി താലിബാനാ അത്. സുഹൃത്തുക്കളെ, ഇയാളെ പേരാ പറയുന്നില്ല. എന്തായാലും ഒരു ക്രിസംഖ്യയാണ് ആൾ. ഈ നാട്ടിലൊന്നുമില്ല, ഒരു വിദേശ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഒക്കെ വളരെ രസകരമായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു ക്രിസംഖ്യയാണ്. നമ്മുടെ PC ജോർജൊക്കെയുള്ള സ്ഥലമില്ലേ ഈരാറ്റുപേട്ട, ആ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് അതൊരു മിനി താലിബാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നും അവിടെ മുസ്ലിങ്ങൾ കൈയടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അവിടെ പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ഇടപെടുന്നുണ്ടെന്നും ഈവൻ മുസ്ലിം മതത്തിലല്ലാത്ത മറ്റു മതത്തിൽപ്പെടുന്ന സ്ത്രീകൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരോട് മൊത്തം മൂടിയിട്ടൊക്കെ നടക്കാനൊക്കെ പറയുന്നുണ്ടെന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്നിട്ട് പോകണം എന്നൊക്കെയാണ് അവിടെ വരുന്നത്. ഈവൻ കഴിഞ്ഞ പ്രാവശ്യം എങ്ങാണ്ട് ഏതോ ഒരു പെൺകുട്ടി ഏതൊരു സദസ്സിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്തപ്പോൾ ഇതേ മതത്തിൽപ്പെടുന്ന ചില ആൾക്കാരൊക്കെ അവിടെ പാട്ട് പാടുന്നു മറ്റെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇറക്കി വിട്ടുന്നൊക്കെ ഇവർ ആരോപണം പറയുന്നുണ്ട്. ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ ആ പ്രദേശത്തുള്ള ആരെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം. ഈ സംഗതി ഈ ചങ്ങാതി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇതിന് താഴത്തൊന്നും വെളിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം മലബാറിലുള്ളവരൊക്കെ മ്യൂസിക്കും പാട്ടുകളും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. അവർ സിനിമ കാണുന്നവരാണ്, മ്യൂസിക്കും പാട്ടുകളും ഒക്കെ ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഈരാറ്റുപേട്ടക്കാര്, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളവര്, അതായത് ഈ പറയുന്ന PFI SDPI അതിഭയങ്കരമായി ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവര്, അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല, പാട്ടുകൾ ഇഷ്ടമല്ല, ഗാനങ്ങൾ ഇഷ്ടമല്ല, ഡാൻസുകൾ ഇഷ്ടമല്ല. പബ്ലിക്കായിട്ടല്ലേ അവിടുത്തെ വ്യാപാരി വ്യവസായയുടെ ഒരാള് മലബാറിൽ നിന്ന് ഒരു സിംഗർ വന്ന് പാട്ട് പാടി കേൾക്കും. ഇത് ഇവിടെ പാടേണ്ട പാട്ടല്ല, സ്റ്റേജിൽ എന്ന് പറയും. ഒരു നഗരോത്സവത്തിന്റെ ഭാഗമായിട്ട്, വ്യാപാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലബാറിന്ന്, ഞാനൊക്കെ മലബാറുകാരനാണ്, മലപ്പുറത്തുകാരനാണ്. ഈ മലപ്പുറത്തുനിന്ന് ഏതൊരു പെൺകുട്ടി അവിടെ പോയിട്ട് പാട്ട് പാടിയപ്പോൾ ഇത് ഇവിടെ പാടേണ്ട പാട്ടല്ല, ഇങ്ങനത്തെ പാട്ടുകളൊന്നും പാടണ്ട, ഇവിടുന്ന് ഡാൻസ് കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് വ്യാപാരിയുടെ പ്രശ്നം ഉണ്ടാക്കിയത്? ആ പ്രശ്നം ഉണ്ടാക്കിയ വ്യാപാരി ഏതൊരു മുസ്ലിമുകാരനെന്നാ പറയുന്നത്. മുസ്ലിമുകാരനാ, ഏതൊരു മുസ്ലിം എന്നാ പറയുന്നത്. അപ്പൊ അയാൾ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആള് മാത്രമല്ല, ഒരു തീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനത്തെ വിമർശനം ഉണ്ടായെന്നാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഗ്രിസംഗി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയുന്നത് ഈരാറ്റുപേട്ട ഞാൻ പോയിട്ടില്ല, അവിടുത്തെ രാഷ്ട്രീയം എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സത്യസന്ധമായിട്ടുള്ള എഴുത്തുകളൊക്കെ എഴുതി തരാം. ഞാൻ ഇയാൾ ഇട്ട ഈ വീഡിയോയുടെ താഴെ കമന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഈരാറ്റുപേട്ടക്കാർ ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഉണ്ടായാലോ, ഇങ്ങനെ സത്യം പറയാനെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായല്ലോ എന്ന രീതിയിലൊക്കെ മറുപടിയും കമന്റും ഒക്കെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായി. ഈ രീതിയിലൊക്കെ അതിഭീകരമായ രീതിയിൽ ഈരാറ്റുപേട്ടയിൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റു മതസ്ഥർക്ക് പോലും അവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇയാൾ പറയുന്ന ഒരു കാര്യം, മലബാറത്തെ മുസ്ലിങ്ങൾ ശരിയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾ പാട്ട് പാടും, പാട്ട് കേൾക്കാൻ പോവും, ഗാനമേള കേൾക്കാൻ പോവും, തുള്ളും, പൂരത്തിന് പോവും, പെരുന്നാളിന് പോവും, എല്ലാ പരിപാടിക്കും പോവും, ആടിക്കളിക്കും, തുള്ളിക്കളിക്കും. ഇതൊക്കെ അതിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട്. പാട്ടിനോട് അപാര സ്നേഹമുള്ള ആൾക്കാരാണ്. തിരൂര്, നമ്മുടെ പൊന്നാനി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാട്ടാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറയാം. ഒരു വൈകുന്നേരമായി കഴിഞ്ഞ് ഒരു പെട്ടിയും തബലയൊക്കെ എടുത്തിട്ട് പാട്ട് പാടുന്ന ഉമ്പായിക്കാനും മറ്റും, അല്ലെങ്കിൽ റാഫി സാബിന്റെ പാട്ടുകൾ, അങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ പാടി ആസ്വദിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ മുസ്ലിങ്ങളല്ല ഈരാറ്റുപേട്ടയിലുള്ളത്. അവർ ഇതിനൊക്കെ എതിരാണെന്നാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യമാണോ സുഹൃത്തുക്കളെ? എനിക്കറിയണം. പറയാണ് സോ ഇറ്റ് ഈസ് താലിബാൻ. കേരള പോലീസ് വിചാരിച്ച് ഇത് ക്രാക്ക് ഡൗൺ ചെയ്യാം, എടുത്ത് ഊരകളയാം, വരെ മുഴുവനും പോക്കാം. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സംഭവം. കാരണം കോട്ടയം ജില്ലയുടെ പോക്കറ്റിന് അത് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുകയാണ്, അതൊരു മുനിസിപ്പാലിറ്റി മുഴുവനും. അവർ അതിഭയങ്കരമായിട്ട് താലിബാൻ രീതിയിലോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളം ഭരിക്കുന്നവർക്കോ കേരളത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയോ നിശബ്ദമായിട്ടിരിക്കുന്നു. അവിടെ മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള സ്ത്രീകൾ ആലോചിച്ചോണം. മറ്റുള്ള സ്ത്രീകൾ അവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീകൾ അതുവഴി പോകുമ്പോൾ മറ്റേ ചാക്കിക്കൊണ്ട് പോകണം. പുതിയ നിയമം കൊണ്ടുവരും പല രീതിയിൽ. ഇന്നിടത്ത എങ്ങനെയുണ്ട്? ഇയാൾ പറയുന്നതാണ്, അവിടുത്തെ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്
ഇനിയിപ്പോൾ ആ ചാക്കിട്ട് മൂടി പോകുന്ന അവസ്ഥ വേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമായിട്ട് അവിടെ എല്ലാ മുസ്ലിങ്ങളും വന്ന് താമസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ പറയുന്നത് ഇനി അവരെ ബഹിഷ്കരിക്കണം, അവരെ കടകൾ ബഹിഷ്കരിക്കണം, മുസ്ലിങ്ങൾ കടയിൽ കയറാൻ പാടില്ല, അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല, അവരെ വ്യാപാര സമുച്ചയങ്ങൾ പരമാവധി മറ്റു മതസ്ഥർ, അതായത് ക്രിസ്ത്യനിൽ പെടുന്ന അതുപോലെ ഹിന്ദുക്കൾ പെടുന്ന ആളുകളൊക്കെ ബഹിഷ്കരിക്കണം. ഞാൻ ഇതിന്റെ അടിയിൽ കമന്റ് വായിച്ചുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് അത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അതായത് ആ രീതിയിലുള്ള ബഹിഷ്കരണം മുസ്ലിം സമുദായത്തിന്റെ അവരായിട്ട് തുടങ്ങുന്ന കടകളിലേക്ക്, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടും ഒരു സംഗതി വായിക്കാൻ പോവാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ആ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒരാൾ അതിൻ്റെ കമന്റ് അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് നമ്മൾ വിട്ടുകളയുന്നു, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ വിട്ടുകളയുന്നു? ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇയാൾ ഇങ്ങനെ വളരെ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ ഒരു താലിബാനിസം പോലെ, അതായത് താലിബാൻ എന്ന് പറയുന്ന അവിടുത്തെ അവസ്ഥ നമുക്കറിയാം. സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവർക്ക് പാദരക്ഷ അണിയാൻ പറ്റില്ല, വൈകുന്നേരങ്ങൾ അവരെ ചെലങ്കട ശബ്ദം, അവരുടെ ശബ്ദം പോലും, വായെന്നുള്ള ശബ്ദം പോലും പുറത്തേക്ക് വരാൻ പാടില്ല. ആണുങ്ങളൊക്കെ എടുത്ത് തീർത്തളയും. അത് ആരെങ്കിലും വന്നിട്ട് ചിലപ്പോൾ കൊന്നു കളഞ്ഞു തരും. അതിഭീകരമായിട്ടുള്ള നിയമങ്ങളൊക്കെ വെച്ച് പോകുന്ന, ഇസ്ലാമിക നിയമങ്ങളൊക്കെ വെച്ച് പോകുന്ന ആൾക്കാരാണ് താലിബാനിസം. ഇത് ഇസ്ലാമിക് നിയമം എന്ന് പറഞ്ഞ ചില ആൾക്കാർ പറയാം അതല്ല എന്ന് പറയുന്ന, അവർ പറയുന്ന അത് അവരുടെ ഇസ്ലാമിക് നിയമമാണ്. ഇതിപ്പോ ഏത് നിയമം നമ്മൾ വിശ്വസിക്കുന്ന ഒരു പിടുത്തൂല. ചിലർ പറയും അതല്ല എന്ന്, ചിലർ പറയും ഇതല്ല. ഇവരിത് അന്നുകൂടി ഇരുന്നിട്ട് ഏതാണെന്നൊന്ന് വ്യക്തമാക്കി തന്നിരുന്നെങ്കിൽ വളരെ ഒരു ഭാഗ്യമായിരുന്നു. ഇന്നതൊക്കെ നമുക്ക് വിശ്വസിക്കില്ല. അതൊന്നുമില്ല, അവരുടെ ഉള്ളിൽ ഭയങ്കര തല്ലാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ അതുപോലത്തെ ഒരു സ്ഥലം ഉണ്ട്. അത് ഈരാറ്റുപേട്ടയാണെന്ന് പറയുന്നു. ഈരാറ്റുപേട്ട ഒരു മിനി താലിബാൻ എന്ന് പറയുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ നാടിനറിയുന്നവർ, ആ നാട്ടുകാരറിയുന്നവർ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എഴുതി വെക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ അവസാനിപ്പിക്കട്ടെ. ബൈ.